അസ്സലാമു അലൈക്കും, നമസ്കാരം. പിന്നെ എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? നമ്മളെ പഴയ ഡയലോഗ്. പിന്നെ പറയാനുള്ള എന്താ പറഞ്ഞാൽ, നെറുക്കെടുപ്പെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്ന് നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, എനിക്ക് വാട്സപ്പിൽ കളിക്കാൻ പറ്റൂല, പിന്നെ വാട്സപ്പിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, ഞാൻ ബിസി ഉണ്ടാവും. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആരും അത് ചെയ്തില്ല. ചെയ്തിന് ഒരു 8,000 9,000 ആൾ ചെയ്തിന്. എൻ്റെ 20,000 ആളെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കി ആരും ചെയ്തില്ല. എന്തുകൊണ്ടെന്നറിയില്ല. ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ചിട്ട് പേഴ്സണലായിട്ട് നിനക്കെന്തിന് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നിൻ്റെ പണിയെടുക്കുന്നതെന്ന് പറഞ്ഞ ആൾ കുറേ ഉണ്ട്. അവരാണ് ഇപ്പോൾ എൻ്റെ ഈ ലൈവും കാര്യങ്ങളും കാണാതെ നിൽക്കുന്നുള്ളത്. കാരണം എന്താ പറഞ്ഞാൽ, നിങ്ങളോട് ചാലഞ്ചായിട്ട് അത് ചെയ്തതൊന്നുമല്ല. എൻ്റെ മെയിൻ വാട്സപ്പ് എല്ലാ നമ്പറും എല്ലാ 20 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, 20,000 ആൾക്കാരുടെ ഗ്രൂപ്പ്, 1000 ആളെ ഗ്രൂപ്പ്. ഈ 20 ഗ്രൂപ്പിൻ്റെ മെയിൻ മൊബൈലും ഇതാണ്, ഈ നമ്പറാണ്. ഈ നമ്പറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം നോക്കിക്കോളൂ, എൻ്റെ വാട്സപ്പ് നോക്കിക്കോളൂ, ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നുള്ളത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നിന്. അപ്പോൾ എൻ്റെ വേറൊരു നമ്പറിലേക്ക് ഞാൻ അഡ്മിൻ ആക്കിയിട്ടുണ്ടായിന്. അതൊരു 10ഓളം ഗ്രൂപ്പ്, 8, 9, 10ഓളം ഗ്രൂപ്പ് എൻ്റെ മറ്റേ നമ്പറിൽ കിട്ടുന്നുണ്ട്. ഇനി ഒരു 10 ഗ്രൂപ്പ്, ഒരു 10,000 ആൾക്ക് എനിക്ക് ഒരു വിവരം കൊടുക്കാനും പറ്റുന്നില്ല. 10 ഗ്രൂപ്പിൽ അതിൽ ഞാൻ അഡ്മിൻ അല്ലായിരുന്നു. ഈ തിരക്കിൻ്റെ അടുക്ക ആ നമ്പർ അഡ്മിൻ ആക്കാൻ വിട്ടുപോയി ഞാൻ. അപ്പോൾ ആ നമ്പർ അഡ്മിൻ ആക്കിയതുകൊണ്ട് ഒരു 10ഓളം ഗ്രൂപ്പിൽ ഒരു 10,000 ആൾക്കാരുണ്ട്. അവരെ എനിക്ക് വിവരങ്ങൾ അറിയിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള 10,000 എവിടെയെങ്കിലും വെച്ച് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ചതിച്ചതൊന്നുമല്ല, ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയതല്ല, ഇല്ലാണ്ടാക്കിയതല്ല, ഞാൻ മുങ്ങിയതല്ല, ഒന്നുമല്ല. ഒന്നും കൂടി ഞാൻ കാണിക്കാം. എൻ്റെ വാട്സപ്പ് ഇതാ, വാട്സപ്പ് ടച്ച് ആക്കുമ്പോൾ വരുന്നതന്നെ ഇങ്ങനെയാണ്. എൻ്റെ പേഴ്സണൽ വിഷയങ്ങളും ഒന്നും വാട്സപ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഗ്രൂപ്പിൻ്റെ ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് ഇനിയിപ്പോൾ 48 മണിക്കൂറാകുമ്പോൾ ചിലപ്പോൾ നാളെ ഓപ്പൺ ആയാലായി. ഇല്ലെങ്കിൽ ഞാൻ പുതിയ സിമ്മ് വാങ്ങിയിട്ട് ഞാൻ ഒന്നും കൂടി എന്താക്കൂ, എല്ലാവരെയും ഗ്രൂപ്പിൽ കഴിഞ്ഞാളെ ജോയിൻ ആക്കും. ബാക്കിയുള്ള ആൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് നമുക്ക് ഒരുപാട് പദ്ധതിയുണ്ട്. എല്ലാ അപ്ഡേഷനും ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ താറ് വണ്ടി കൊടുത്തു കഴിഞ്ഞ് വീടിൻ്റെ നാളെ പാർട്ടി വരുന്നുണ്ട്. ബാക്കി എല്ലാ ഗോൾഡും എല്ലാ ഐറ്റംസിനും ഞങ്ങൾ ആൾക്കാരെ കോൺടാക്റ്റ് ആയിക്കൊണ്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഒരു തട്ടിപ്പ് ഞാൻ ചെയ്തിട്ടില്ല, എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കാനും പാടില്ല. ഇനി മുന്നോട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണോ, ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ. പിന്നൊന്ന് എൻ്റെ ടാർഗറ്റ് റീച്ച് ആയിന്. അതിന് കാരണം മെയിൻ കേരളീയരാണ്, കേരളക്കാർ. അതിന് എല്ലാവരോടും നന്ദിയുണ്ട്. ആ നന്ദി പറയാൻ എനിക്ക് വാട്സപ്പിൽ വരാൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ ആദ്യം മാപ്പ് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ടാർഗറ്റെല്ലാം റീച്ച് ആയിന്, എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നിന്. എൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, എന്നെക്കൊണ്ട് എൻ്റെ ഈ പദ്ധതി കൊണ്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ച ആൾ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, അയാളെ പ്രശ്നങ്ങൾ തീരും, അയാൾക്ക് കടമുണ്ട്. സെക്കൻഡ് അടിച്ചത് ഒരു ഹിന്ദു സുഹൃത്താണ്, അയാൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അയാളെ പ്രശ്നങ്ങളും തീരും. പിന്നെ തേർഡ് പ്രൈസ് അടിച്ചത് വണ്ടിയില്ലാത്തവർ തന്നെ, ഈ 2 സ്കൂട്ടിയും ഗോൾഡ് കോയിൻ എല്ലാം, അത് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും കിട്ടേണ്ടത് തന്നെ, പക്ഷെ എല്ലാവർക്കും കിട്ടൂലല്ലോ. അപ്പോൾ കിട്ടേണ്ടവർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അതിന് അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അർഹതപ്പെട്ട ആളിനെ. എങ്കിലും നമുക്ക് കണക്കൂട്ടി പറയുകയാണെങ്കിൽ നല്ലോണം ഒരു 3, 4, 5 ഫാമിലി ഇതിൽ രക്ഷപ്പെട്ട്. ഇനിയും ഒരുപാട് പദ്ധതിയുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. വേറൊന്നും ഞാൻ ഇതിൽ തരികിട കളിച്ചിട്ടൊന്നുമില്ല. ഇനിയും എൻ്റെ വാട്സപ്പ് ഇതിൽ നേരെ ആയിട്ടില്ലെങ്കിൽ ഈ 10,000 ആളെ എനിക്ക് കിട്ടൂല. ഞാൻ പുതിയ നമ്പറിൽ വാട്സപ്പ് ക്രിയേറ്റ് ആക്കിയിട്ട് ഇനിയും ഞാൻ പുതിയ ആളെ ജോയിൻ ആക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഇത് കാണും, എൻ്റെ യൂട്യൂബിലോ ഏതെങ്കിലും ഒരു ചാനലിൽ കാണും, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ കാണും. കണ്ടാൽ നിങ്ങൾ എന്നോട് ആദ്യം ക്ഷമിക്കുക, എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക, ഒന്നും കൂടി ഗ്രൂപ്പിൽ ജോയിൻ ആകുക. ഓക്കെ, താങ്ക് യു.